അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. വെറുമൊരു ഹജ്ജല്ല, അതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ சொன்ன കണ്ടീഷൻ അൽ മബ്റൂർ, അത് മബ്റൂർ ആവണോണ്ടാണ്. അത് ആയിടാനില്ല അള്ളാഹു വന്നു ഹജ്ജാക്കിയാൽ മാറത് വന്നിക്കാൻ മബ്റൂറും ചെന്നെങ്കിൽ ഒരു തപ്പും മിശ്രാവാത്ത എനിക്കൊക്കെ നല്ല ഹജ്ജ് ഒരാൾക്ക് ആക്കോ തൗഫീക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണെങ്കിലും അയാൾക്ക് അള്ളാഹു കൊടുക്കണമെങ്കിൽ വലിയ ഗിഫ്റ്റാണ് സ്വർഗം. ഹജ്ജിന് പോയി വന്നെങ്കിൽ ഒരാൾ സ്വർഗം എടുത്തുകൊണ്ടാണ് വണ്ടി. അള്ളാഹു തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മൻ ഹജ്ജ, ഒരാൾ ഹജ്ജാക്കി തീർവേരിക്കാം. അവിടെ ചൊന്നു നിപ്പാട്ടില്ല, പിന്നെ ചൊന്നത് ഫലം യർഫുദ് വലം യഫ്സുഖ്, അവനൊരു തമ്മാടിത്തരവും ആക്കിയില്ല, ഒരു ബെടക്ക് ചെന്നില്ല, ഒരു ബെടക്ക് ആക്കിയില്ല എങ്കിൽ ഉമ്മ പ്രസവിച്ച കിടാവിടെ പോലെ അയാൾക്ക് മടങ്ങുകാവുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഹജ്ജാക്കിടാനുള്ള സൗഭാഗ്യം നോക്കുള്ളൂ. അയാൾ തിരിച്ചു വരുമ്പോൾ ഇന്റെ വ്യക്ത കിടാവിടെ പോലെ ശുദ്ധിയോടെയാണ് വേണ്ടത്. അതുക്കുള്ള കണ്ടീഷനാണ് ചെന്നെ അയാൾ ഒരു ബെടക്ക് ചെല്ലുകയും തീരാ, തമ്മാടിത്തരം കൊണ്ടുപോയി തീരാ. ഹജ്ജിന് പോകണമെങ്കിൽ താൽമാരൊട്ടിയെ ക്ലാസ് എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാവരും ചെല്ലേ നിങ്ങൾ നാവ് ബായിക്ക് ബീഗിടണമുണ്ട്. ബായിക്ക് ബീഗിടുമ്പോൾ ദിക്റല്ല ചെല്ലാണ്ട് എനിക്ക് കേൾക്കുക. ദിക്ർ ചെല്ലണം, ദിക്റും സ്വലാത്തും അതുപോലെ നല്ല കാര്യങ്ങൾ അല്ലാത്ത തൊട്ടും ബായിക്ക് ബീഗിടണം. ഹജ്ജിന് പോയെങ്കിൽ താൽമാർ പലപ്പോഴും ആൾമാർ കൂടുമ്പോൾ എന്തെല്ലോ വിഷയങ്ങളിൽ ഏർപ്പെടുന്നുണ്ടും പരസ്പരം പറയുടെ ആൾമാറുള്ളാറ് എന്തെല്ലാം പോയെങ്കിൽ അനുഭവിക്കും. നാം ചിലപ്പോൾ അതിൽ പെട്ടുപോയിട്ടിരിക്കും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. പറഞ്ഞ് ഡാഷിന് മോണ്ട് വരെ പറയുന്നതിൻ്റെ കാൽമാരെ ഞാൻ കേട്ടത്. ഇത് നഴുതുമില്ല, വലിയ മുസീബത്താണ്. ഹജ്ജിന് പോയിട്ട് എൻ്റെ നാവ് കൺട്രോളില്ല. കഴിഞ്ഞ ഒരു മക്കത്തിലൊരു ഹജ്ജി ക്ലാസ് എടുക്കുമ്പോൾ കുറേ ആൾമാരില്ല. അവിടെ ഞാൻ ചെന്ന ഹജ്ജിൽ നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലണായിക്കത്തൊരു ദിക്ർ പോലും ഇല്ല എന്ന് ചൊന്നപ്പോൾ ക്ലാസ് എല്ലാം അവസാനമായാലും പിന്നെ ഒരു വയസ്സൊരാൾ വന്ന് എൻ്റെ അരക്കി വെച്ച് ഉൾപ്പെട്ടു. അയാൾ ചൊന്ന് അയാളൊരു കൊസി അയാൾ പേരിച്ച് ബായിലെല്ലാം ചൊല്ലുകൊണ്ടു ഞാൻ എങ്ങനെ ചൊല്ലേ. അപ്പൊ ഹജ്ജിലെ തുടക്കം മുതൽ ഒടുക്കം വരെ ബായി കൊണ്ട് ചെല്ലൽ കട്ടായമായ ഒന്നുമില്ല. ചൊല്ലണു, അത് പെർഫെക്ഷൻ ചൊന്നെങ്കിൽ പൂർത്തിയാവും, പൂർണ്ണമായ നല്ല ഹജ്ജാവും. അതേ സമയത്ത് നല്ല ഹജ്ജ് വീടണുണ്ടായെങ്കിൽ നല്ല ബായിൽ ചൊല്ലൽ നിർബന്ധമായ ഒരു ദിക്റില്ല. ഒരാൾ ഫാത്തിഹ നിസ്കരിക്കുന്നുണ്ടായെങ്കിൽ ഫാത്തിഹ ഓതില്ലെങ്കിൽ അയാൾ നിസ്കാരം. ഹജ്ജാവുമ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ വരെ നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല, അയാൾ ബായി കൊണ്ട് ചെല്ലൽ സുന്നത്താണ്. അതേ സമയത്ത് മനസ്സിലാണ് നിയ്യത്ത്. ഇതാരാണ് ആക്കുവാൻ ഈ ഒരു സന്തോഷം കൊണ്ടാണ് അയാൾ കരഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും അത് അനുഭവം. അപ്പൊ ഞാൻ ചൊന്നത് ഹജ്ജിന് പോകണമെങ്കിൽ ആൾമാർ ആണ് പെണ്ണിരൊട്ടിയുള്ള കണ്ടീഷനാണ് നിങ്ങളെ നാവിൽ അനാവശ്യമായ ഒന്ന് ചെല്ലുകയെ തീരാം. ഇവിടെ പെണ്ണിങ്ങല്ലിക്കാറ് ഫുഡാക്കിക്കൊണ്ടിരിക്കാറ് ഡ്രസ്സ് കളിക്കൊണ്ട് അവിടെ എല്ലാം ആറാറ് വിഷയങ്ങളെല്ലാം മുണ്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇത് കേൾക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഇങ്ങനത്തെ ഹജ്ജ് മബ്റൂറല്ല, ഇങ്ങനത്തെ ഹജ്ജിക്ക് സ്വർഗം കിട്ടില്ല, ഇങ്ങനത്തെ ഹജ്ജാക്കിയെങ്കിൽ ഇണ്ട് വ്യക്ത കിടാവിടെ പോലെ വിറകാവില്ല. ആ ഒരു ഉറപ്പില്ലാത്തെങ്കിൽ ഞാൻ ഹജ്ജിക്ക് പോയിട്ട് കാര്യമില്ല. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ഇങ്ങനത്തെ ഹജ്ജ് കിട്ടുകയാണ് ഞാൻ ശ്രമിക്കണായി. ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ പിന്നെ അവന്റെ ഹജ്ജ് മബ്റൂറായിട്ടുള്ളത് ലക്ഷണം എന്താണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊല്ല് അയാൾ തിരിച്ചു വന്നാൽ പിന്നെ മുന്നത്തെ പോലെ ഇല്ല, അയാൾ പൂർണ്ണമായും ചേഞ്ച് ആയിരുന്നു. പൂർണ്ണമായിട്ടും അയാൾ ചേഞ്ച് ആയിട്ട്. ഇനി ഹജ്ജിന് പോയപ്പോൾ നാലാറൊട്ടി കൂടില്ലെന്ന് ചെല്ലുവാർ, അനാറും കൂടില്ല പോവാം, അയാൾ അറൊട്ടി മുണ്ടില്ലെന്ന് ചെല്ലുവാർ. അതൊരു വിഷയമേ ആക്കണോണ്ടില്ല. കാരണം ഞാൻ നിന്റെ റബ്ബായ അള്ളാഹുടൊട്ടിയാണ് കൊണ്ടുപോയത്. ആ ഹജ്ജിനെ പറ്റിയാണ് ചൊന്ന അൽ ഖസ്ദു, ഉദ്ദേശിക്കണായത് അള്ളാഹുടെ. ഹജ്ജിൻ ചൊല്ലതിന് അർത്ഥം എന്താണ്? അൽ ഖസ്ദു, അള്ളാഹുടെ ഉദ്ദേശിക്കണോണ്ടാണ്. പടച്ചോണ്ട് ഉദ്ദേശിച്ചിട്ടാണ് ഹജ്ജിന് പോകണ്ടേ. അപ്പൊ തിരിച്ചു വരുമ്പോൾ പടച്ചോൺ കിട്ടണോ? പരിശുദ്ധമായ കഅബാലയത്തെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഹജ്ജ് പിന്നെ ഹിജ്റ പോയാൽ പിന്നെ ഒരു ഹജ്ജാണ് ആക്കിയത്. ആ ഹജ്ജിന്റെ പേരാണ് ഹജ്ജത്തുൽ വദാ, അവസാനത്തെ ഹജ്ജ്. ഹിജ്റ 10ാമത്തെ വർഷത്തിൽ ഒരു ഹജ്ജാക്കിട് 1,00,000 ജില്ലാറെ സ്വഹാബത്ത് ഭണ്ഡാറ് എല്ലാവരൊട്ടി അനൗൺസ് ആക്കോ ചൊല്ല്, ആഹ്വാനാക്കോ ചൊല്ല്. ഈ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് കൊണ്ടു വിവിധങ്ങളായ രായത്ത് ആണിങ്ങ പെണ്ണിങ്ങ വന്ന് മക്കത്ത് കൂടുറാറ്, മദീനത്തിൽ കൂടുറാറ്. എന്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടി ഹജ്ജ് പോണു. ഇത് ഹജ്ജത്തുൽ വദാ ആണ്, അന്തിമ ഹജ്ജാണ്. അവിടെ അർബാ പ്രഭാഷണം നടത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട വർഷ ചിലപ്പോൾ നാണിക്കാല ഖുദു അന്നി മനാസികക്കും, ഹജ്ജിലെ ഓരോ ഇഞ്ച് ആ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി കൊടുക്കൊടു. അങ്ങനെ കഅബാലയത്തെ മുട്ട എത്തുമ്പോൾ ചെന്നത് ഹുനാ തുസ്കബുൽ അബറാർ,
കണ്ണുനീർ ഒലിപ്പിക്കുള്ള ജാഗയാണ് പരിശുദ്ധമായ കഅബ. സെൽഫി എടുക്കുള്ള എങ്കത്തെ ജാഗയല്ല, ഫോട്ടോ എടുക്കുള്ള എങ്കത്തെ ജാഗയല്ല. ഹജ്ജ് ഉംറത്ത് പോണ്ട ആൾമാർ ഭയങ്കര റഷാണ്, ബിസിയാണ്, ഫോട്ടോ എടുക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അഞ്ഞുള്ള, ഞാൻ ഇഞ്ഞുള്ള, ഞാൻ സൗബത്തിലുള്ള, ഞാൻ മറുവത്തിലുള്ള, ഞാൻ മിനത്തിലുള്ള, ഞാൻ അറബത്തിലുള്ള, ഇതിലൊരു ഒരു ഭ്രാന്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകുണ എങ്കത്തെ ജാഗയാണ്. നന്റെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങൾ കൽബുള്ള ഏറ്റവും വലിയ മറന്താണ്. കഅബാലയത്തെ മുന്നിൽ നക്ക് നിൽക്കുക ചാൻസ് കിട്ടിയിട്ട് അവിടെ കണ്ണുനീരിങ്ങനെ ഒലിപ്പിക്കണോ, പരിശുദ്ധമായ കഅബത്തെ ചെമ്മ നോക്കണോ. അത് ഇബാദത്തിന് കൂലി കിട്ടുന്നുണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അങ്ങനെ ഹജ്ജിന് പോകണമെങ്കിൽ ആൾമാർ ആഖിറത്തെ മുതലാളിയായിട്ടാണ് പറഞ്ഞുകൊള്ളേ. ഹജ്ജിന് പോകണമെങ്കിൽ ആൾമാർ ജണ്ടാൾ ഹജ്ജിന് പോകണ പൈസ എത്ര? 10 ലക്ഷം പൈസ വേണോ അല്ലേ? ചെമ്മ പൈസ വേണോ? ചെലവെല്ലാം നിങ്ങൾക്ക് പോണ്ട. അപ്പൊ ഞാൻ ഹജ്ജിന് പോകേണ്ട ആൾമാരൊട്ടി ചെന്ന് നിങ്ങൾ ദുനിയാവുടെ മുതലാളിമാരാണ്. ദുനിയാവുടെ മുതലാളിമാരല്ല, 10 ലക്ഷം ചെലവാക്കിയതാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ ആഖിറത്തെ മുതലാളിയായിട്ടാണ് പറഞ്ഞത്. കാരണം ഈ സമ്പത്തെല്ലാം തിന്നുകൊണ്ടതാണ്. എപ്പോഴും ബാക്കിയാവുന്നത് ആഖിറാണ്. എല്ലാ വ്യത്യാസോർമാക്കട് ബാക്കിയാവുന്നത് ആഖിറം മാത്രമാണ്. അത് ഖൈറാണ്, അത് മുത്തയാണ്, എപ്പോഴും ബാക്കിയാവുന്നതാണ്. അതുകൊണ്ട് ആഖിറത്തെ മുതലാളിയായി വേണ്ടേ ഐക്കുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഹജ്ജിൽ ചെന്ന് അള്ളാഹുടെ ഉദ്ദേശിച്ചിട്ട് പോകണോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ദർസെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഉന്നതനാണ്. ധാരാളം ആൾമാർ പഠിച്ചുകൊണ്ടുള്ള, വലിയ വലിയ മുതഅല്ലിമീങ്ങളുള്ള, രാജാക്കന്മാർ വന്ന് ക്യൂ നിന്നുകൊണ്ടുള്ള ആ മനുഷ്യ വിചാരിച്ചിട്ട് കൂടെ നിന്റെ മനസ്സ് കിബിർ പറഞ്ഞുകൊള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് കൂടെ ഭർത്താവണോ, നിന്റെ റബ്ബിനെ തേടിയിട്ട് പോകണോ. രാജാവ് കുട്ടി ചൊത്തു ഞാൻ ഹജ്ജിന് പോയോണ്ടുള്ളേ. ഹജ്ജിന് പോകേണ്ട ചെല്ലുമ്പോ പിന്നെ പ്രധാനിപ്പിക്കുക ആവില്ലല്ലേ. രാജാവും മനസ്സില്ല ഇയാളെ കൊടുക്കും ഹജ്ജിന് പോണ്ടേ. അങ്ങനെ ഹജ്ജിന് പുറത്തേക്ക്, പക്ഷെ ആ വർഷം ഹജ്ജിന് പോയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹജ്ജിന് പോണ്ടേ. ഇങ്ങനെ ചുറ്റിട്ട് ഫലസ്തീനിൽ പോയിട്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട്, ഡമസ്കസ് പോയിട്ട്, അങ്ങനെ എന്തുമല്ലാത്ത ഒരു സാമാന്യനായ ആളായിട്ടാണ് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഇരിക്കുമ്പോഴും പല പള്ളിക്ക് എത്തുമ്പോൾ വലിയ വലിയ ദർസ് നടന്നുകൊണ്ടുണ്ടോ. അങ്ങനെ ചൊന്നുകൊണ്ടുള്ള ഗസാലി ഇമാം ഇതിനെ പറ്റി എങ്ങനെയാണ് ചൊന്നരൻ, ഇതേ ആളെ പറ്റി ചൊന്നുകൊണ്ടുണ്ടോ. അതേ മരിച്ച ഹൗദ് വയ്ക്കൊണ്ടുണ്ടോ, ഹൗദ് തണ്ണി വീക്കൊണ്ടുണ്ടോ. ആര് അയാളെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടുള്ള എന്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ വലിയ തണയല്ല ഇല്ലാണ്ടായിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് ആളായി വർണ്ണവും ചെന്നിട്ട് അവസാനം പഠിച്ചുകൊണ്ട് മൈരിപത്തി കിട്ടിയിട്ട് പിന്നെ അയാൾ വാഴ ചെന്നെങ്കിൽ ആവശ്യമേ. അയാളെ കണ്ട ഉടനെ ആയിരക്കണക്കിന് ആൾമാർ നന്നായ പ്രിയപ്പെട്ട സഹോദരന്മാർ. അതാണ് ഹജ്ജിൻ ചൊന്നെങ്കിൽ അള്ളാഹുടെ വിചാരിച്ചിട്ടാണ് പോണേ, പഠിച്ചോണ്ട് വിചാരിച്ചിട്ട് പോണ്ടേ. ഞാൻ പഠിച്ചോണ്ട് മുതലാളിയാവിടെ, അള്ളാഹുടെ ആളാവും. അതല്ലാത്ത ഉദ്ദേശമേ കൊടുത്തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയപ്പോ മദീനത്തെ പോണ്ടു ദുൽഹുലൈഫാൻ ചൊല്ല ജാഗയിലാണ് ഇഹ്റാം കെട്ട ഹജ്ജിന് അല്ലേ. അങ്ങനെ ഹജ്ജിന് ഇഹ്റാം കെട്ടുമ്പോ ആ ഇഹ്റാമിൽ വെച്ചൊരു നീയത്തുണ്ട്. അതൊരു ഗമനാർഹമായ നീയത്താണ്. വേറെ ഏത് ഇബാദത്തിൽ അങ്ങനെ നീയത്ത് കണ്ടില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അല്ലാഹുമ്മ ഹജ്ജത്തുൻ ലാ റിയാഅ ഫീഹാ വലാ സുമഅ. അല്ലാഹുവേ നാളെ ഹജ്ജിന് പോയോണ്ടുള്ള ഈ ഹജ്ജിൽ റിയാഅക്ക് ഓതിറ, ആൾമാർ കാണോം ചൊല്ല ഉദ്ദേശിക്ക് ഓതിറ, ആൾമാർ കേൾക്കണോം ചൊല്ല ഉദ്ദേശിക്ക് ഓതിറ. അത് ഹജ്ജിലൂടെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. നിസ്കരിക്കുമ്പോൾ അങ്ങനെ നീയത്ത് വെക്കോണ്ട. ഞാൻ ഒരു നിസ്കാരം നിസ്കരിച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു നീയത്ത് നിസ്കാരത്തിൽ വെച്ചില്ല, സക്കാത്തിൽ വെച്ചില്ല, നോമ്പിൽ വെച്ചില്ല. ഹജ്ജിനവിടെ ഇങ്ങനെ സ്പെഷ്യൽ നീയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചുകൊണ്ടുണ്ട്. എന്റെ ഏറ്റവും കൂടുതൽ കാരണമാണ് റിയാഅ് വർണ്ണവും സുമഅത്ത് വർണ്ണവും ഹജ്ജിൻ ചൊല്ലത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഹജ്ജാക്കി വന്നാൻ വിചാരിക്കാം, നോട്ടീസിൽ പേരിട്ടാറ് നിന്റെ പേരിന് വന്നാൽ ഹാജി വന്നില്ല വിചാരിക്കും. ആ സമയത്ത് ഗലാട്ടാവുടെ പ്രശ്നവിടെ എനിക്കെത്ത വിഷയങ്ങൾ. ഇത് ദുനിയാവാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. എങ്ങനെ നിന്റെ ഹജ്ജ് കൊണ്ട് ദുനിയാവോട് ഒരു ചെറിയ ഉദ്ദേശം വരുത്തുണ്ടായെങ്കിൽ അഫ്സദ നിന്റെ ഹജ്ജിനാണ് ഫസാദാക്കിയാണ്ടാണ്. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചെന്ന ലോക മഹാൻ. ആ മഹാൻ കുറേ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് ഒരു പക്ക ബിരുദുക്ക് പോകും. അങ്ങനെ ബിരുദുക്ക് പോയപ്പോ എൻ്റെ ഐത്യം ചെന്നെങ്കിൽ ഈ ഒത്തിരി ആള് ഗമ്മത്തെല്ലാം കൊമ്പന്ന് വെച്ചോണ്ടുകൊണ്ട് അതിനിടക്ക് ഉൾക്ക വിളിച്ചിട്ട് ചെല്ലേ. ഞാൻ ആ രണ്ടാമത്തോട്ട് ഹജ്ജി പോയപ്പോ കൊമ്പന്ന പ്ലേറ്റ് ഉണ്ടല്ലേ, ആ പ്ലേറ്റ് കൊമ്പോ ഞാൻ ചെന്നു. അങ്ങനെ ചെന്നപ്പോ സുഫിയാനു സൗരി ചെന്നവർ അഫ്സദ ബിഹി ഹജ്ജതൈനി മിസ്കീനുൻ. ഈ പലക്കെല്ലാം ഞങ്ങളുടെ പലക്കത്തിൽ വണ്ടാണ്ട് ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് ആക്കാം. ഞാൻ 1990 ഹജ്ജി പോയപ്പോ, ഞാൻ 1995 ഹജ്ജി പോയപ്പോ ആർക്ക് ചൊല്ലോ, ആർക്ക് ബോധ്യപ്പെടുത്തണേ നല്ലത് അല്ലാഹു വത്തായമൈ അവൻ ചെന്നങ്ങമൈ അവൻ പ്രതിഫലം തന്നങ്ങമൈ.
നാണ് ശുക്ർ ഉദ്ദേശിക്കണായ അള്ളാഹുടെ മട്ടത്തെ മാത്രമേ ഹജ്ജിലല്ല എല്ലാത്തും ബാധകമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാൻ ആക്കിയെങ്കിൽ ഒരു സൽക്കർമ്മത്തെ ചൊന്നു നടക്കോതീറ കൂടെ സുഫിയാൻ സൗരിയും ചെന്ന് മിസ്കീന് ഭാവ വലിയ ഗമ്മത്തെല്ലാം ആക്കിയത്. പക്ഷേ രണ്ട് അജ്ജും തന്നെ കഴിച്ച് ഒരു ചോറ് കൊടുത്തിട്ടു ഇതുള്ളവാസ് അച്ഛുള്ളവാസ് രണ്ട് അജ്ജും വൈദ്യം ചെന്നത് ആർബന്ധമുള്ള ഷാഫി ഇമാമിനെ പോലത്തെ ആളാണ് ഈ സുഫിയാൻ സൗരി. ചില്ലറ ആളെന്തുള്ള മദ്ഹബിലെ വലിയ ആളാണ് ഇമാമുന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ചെന്ന വലക മിസ്കീനുൻ അഫ്സദ ബിഹി ഹജ്ജതൈൻ. മിസ്കീനാണ് ഇയാൾ 10 കോടിയുടെ ആളായിട്ടിക്കോ 1000 കോടിയുടെ ആളായിട്ടിക്കോ 10 ലക്ഷം അയാൾ കൊടുത്തു അയാളെ പേര് വന്നില്ല. അതിന്റെ പേരിൽ അയാൾ ഗലാട്ടാക്കിയിട്ടുണ്ടായെങ്കിൽ ഞാൻ അയാളെ ಬಗ್ಗೆ തൊണ്ട മിസ്കീനും അയാൾ മിസ്കീനാണ്. എനിക്ക് 10,000 കോടി ഉണ്ടല്ലേ എന്ത് ചെന്നിട്ടും കാര്യമില്ല. അഫ്സദ ബിഹി നിന്റെ ആ പലക്ക കൊണ്ടു നിന്റെ അമലിനെ നീ ബാത്തിലാക്കിയാണ്ടാണ് ഇമാമിങ്ങൾ ചെന്നുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ നാനോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഏത് അമല് കൊണ്ടും ഞാൻ അള്ളാഹുടെ മാത്രമാണ് ഉദ്ദേശിക്കൂടായി. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ അവന്റെ ആത്മാരാവണോ അവന്റെ ലൈക്കുകളാണ് ഞങ്ങൾ പോയോണ്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഈജിപ്തിലാണ് ഞാൻ ഈ അടുത്ത അയാളെ ഖബർ സിയാറത്താക്കി. ആ മഹാന്റെ മുട്ട പോകുമ്പോ ആ മഹാന്റെ ಬಗ್ಗೆ എത്രമോ ചെല്ലുകൊണ്ട് ഞാൻ ഒരു വിഷയം മാത്രമാണ് ചൊല്ലുന്നത്. ലോകത്ത് മഹാന്മാരാവിടെ അങ്ങനെയാണ് അള്ളാഹു വേനായിട്ട് മാത്രമാണ് ചെയ്തതുകൊണ്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും അങ്ങനെ പൊട്ട പോകുമ്പോ ഇതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ആ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു മിസ്രിൽ 500 വർഷത്തെ മുന്നത്തെ വിഷയമാണ്. അയാൾ മിസ്രിലിരിക്കുമ്പോ അണ്ട് ലോക മുസ്ലിമീങ്ങളുടെ ഖലീഫ തുർക്കി ഖലീഫാണ്. ഉസ്മാനി ഖിലാഫത്തിന്റെ ടൈമാണ്. അങ്ങനെ ഈജിപ്തിലെ ഗവർണറാണ് അലി ബാഷ എന്നുള്ള നല്ല ഒരാൾ. അയാള് ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാമിനെ വലിയ ആദരിക്കുന്ന കേട്ട ആളാണ്. അങ്ങനെ ഈ ഈജിപ്തിൽ ഉള്ള അലി ബാഷ നേരെ തുർക്കിക്ക് പോയോണ്ടുണ്ടു. ഖിലാഫത്തിലെ ക്യാപിറ്റലാണ് തുർക്കി. അവിടേക്ക് പോണ്ടു. അങ്ങനെ പോകുമ്പോ ഷഅറാനി ഇമാമിന്റെ മുട്ട വന്നിട്ട് ചെന്ന് ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാം റളിയല്ലാഹു അൻഹുടെ ചെന്ന് ഞങ്ങൾ ഇതാ ഖലീഫയുടെ മുട്ടാണ് ഞാൻ പോയോണ്ടുള്ളത്. ഞങ്ങൾ ഖലീഫയുടെ മുട്ടത്തെ ആൾമാർ ഖലീഫയുടെ മുട്ടത്തെ ആളാണ് ഞാൻ ഗവർണർ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ചെല്ലാണ്. ആ സമയത്ത് ഞാൻ ആ സംഭവങ്ങളെല്ലാം വായിക്കുമ്പോൾ അച്ഛനാകളെ ഞങ്ങളുടെ ടീമിന്റെ ചുമതലക്ക് ഞാൻ എത്രമാനം ഇഷ്ടാക്കിയിട്ടുള്ള വെക്കത്തെ നിങ്ങൾ പോട്ടെ ഇങ്ങനെ ചെല്ലത്തെ അവിടെ ഷഅറാനി ഇമാം ചൊന്ന പറക്ക ലോകത്ത് പരിപാടിയെ പറക്ക നീ ഖലീഫയുടെ മുട്ടത്തെ ആളാവണയല്ല. ഞാൻ പിന്നെ എംഎൽഎയുടെ മുട്ടത്തെ ആളാണ്. എംപിയുടെ മുട്ട ആവും നല്ല വിഷയ ദുനിയാവുടെ വിഷയാണ്. അതേസമയം ഞാൻ റബ്ബിയുടെ മുട്ടത്തെ ആളായേ ഞാൻ അള്ളാഹുടെ മുട്ടത്തെ ആളായേ ജുമുഅത്തിന്റെ വലിയ സംസ്കാരത്തിൽ ഇതിന്റെ മുന്നിൽ ഞാൻ വന്നേ റബ്ബിയുടെ പള്ളിയിൽ തെറ്റിട്ട് ഞാൻ കുറച്ച് ഇബാദത്ത് എടുത്തേ അള്ളാഹുടെ ഞാൻ ഓർത്തേ വാറപൂർത്തി ഞാൻ എംഎൽഎ കൊടുത്തേ വാറപൂർത്തി ദുനിയാവുടെ ഏതോ ആൾക്ക് ഞാൻ കൊടുത്തേ ആവട്ട് കൊടു. അതേ സമയത്ത് വെള്ളിയാഴ്ച ചൊല്ലത് ഇബാദത്തിന്റെ നാളാണ്. അണ്ടൊരു അല്പം ഒരു ഗണ്ട നിന്റെ റബ്ബർക്ക് നക്ക് കൊടുക്കുക വൈത്താ. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഷഅറാനി ഇമാം ചൊന്നെങ്കത്തെ വലക്ക ഒക്ക നിങ്ങൾ ഖലീഫയുടെ ആൽമാരല്ലേ നിങ്ങൾക്ക് ഇത്തരത്തെ ലിസ്റ്റ് ഉണ്ടല്ല. അയാൾ ചൊന്നത് നിങ്ങൾക്ക് അള്ളാഹുടെ എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ടാ നഹ്നു മുഖർറബൂന ഇലല്ലാഹ് ഞാൻ അള്ളാഹുടെ മുട്ടത്തെ ആൾമാരാണ്. അള്ളാഹു എന്തെങ്കിലും ചൊന്തു കൊണ്ടുണ്ടായെങ്കിൽ നിങ്ങളെ ലിസ്റ്റ് തരൂ. നിങ്ങളെ ഖലീഫയുടെ മുട്ട ലിസ്റ്റ് തരണതാണ് ഞാൻ ചൊന്നെങ്കിൽ ഷഅറാനി ഇമാം ആരാണ്? പ്രിയപ്പെട്ട സഹോദരന്മാർ ആക്കിയതെല്ലാം പഠിച്ചോളുവാനായിട്ടാണ് അള്ളാഹുവിനായിട്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ ചൊല്ലേണ്ട വിശാലമാണ്. ഹജ്ജാവട്ട് ഉംറാവട്ട് നല്ല ഏറ്റവും ശ്രദ്ധ ഇബാദത്തുകളെല്ലാം ലില്ലാഹി അസ്സ വജൽ അള്ളാഹുവിനായിട്ട് മാത്രമാണ് ആക്കണേ. ഹജ്ജ് നിങ്ങളും ചെന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുടെയാണ് ഓർക്കൂടെ. എന്തിക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇത്ര ഓർക്കൂടെ? ഹജ്ജ് പോകേണ്ട ഏത് ആൾമാർ അന്യജ്ഞ കാണ്ടമേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുടെ 4000 വർഷത്തിന് മുന്നിൽ മരിച്ചുപോയ ഒരാളെ ഇന്നും നിസ്കാരത്തിൽ നിന്ന് ഓർത്താ ഇബ്രാഹിം ചൊല്ലാണ്ട് നിന്റെ നിസ്കാരം പോകണ്ടല്ലേ. കോടിക്കണക്കിന് ആൾമാർ ദൈനംദിന 1000 വട്ട മഹാന്റെ ഓർത്തുകൊണ്ടുള്ള എന്തെങ്കിലും ചെന്നെങ്കിൽ അയാൾ അള്ളാഹുടെ ഖലീല പഠിച്ചോണുവിനായിട്ട് മാത്രം പണിയെടുത്തിട്ട് പ്രിയപ്പെട്ട 19 വർഷത്തെ പെണ്ണായി ഹാജർ റളിയല്ലാഹു അൻഹ ഏറ്റവും നല്ല സുന്ദരിയാണ്. ഇവിടെ മക്കത്ത് പോയിട്ട് ആക്കോണം ചെന്നപ്പോ അപ്പുറം ഇപ്പുറം നോക്കിയില്ല ആക്കിത്തവിടെ. പ്രിയപ്പെട്ട കിടാവിടെ അവിടെ ആക്കോണം ചെന്നപ്പോ പിന്നെ നോക്കിയില്ല അവിടെ പോയിട്ട് ആക്കിയിട്ട് ഇനി ആ കിടാവിടെ അർക്കോണം ചെല്ലുമ്പോഴും അർക്കവും പോയമേ പിന്നല്ല ആട് വന്നത് പിന്നെയല്ലേ. ഇത് അർക്കവ് പോണ്ടായിട്ട് വന്നല്ലേ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ അർക്കവ് പോണ്ടേ നീ ഒരു ആട് കടത്തോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊന്നില്ലേ അങ്ങനെ ചൊല്ലുണ്ടായെങ്കിൽ അർക്കുമ്പോ മേലിലൊക്കെ ഉണ്ടിക്കട്ടെ ആട് ബന്ത ഇല്ല എന്റെ കിട അവർക്കിടുന്നല്ലേ. അതൊരു വിഷയമേ അല്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനായിട്ട് കിടാവിടെ അർക്കോണം ചെന്നെങ്കിൽ പഠിച്ചോണുവിനായിട്ട് കിടാവുടെ അർക്കവും പോയെന്ന് ചൊന്ന് ലോക ചരിത്രത്തിൽ ഇങ്ങനെ തുല്യതയുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യമാണ്. അതുകൊണ്ടാണ് അന്ത്യനാൾ വരെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഹയാത്താക്കിയ. അപ്പൊ ഞാൻ ചെന്നതെവിടെയും റബ്ബുടെയാണ് ഞാൻ തെളിവുകൾ. കഅബാലയത്തിൽ ഞാൻ പോട്ടേന്ന് ചൊന്നെങ്കിൽ എന്റെ റബ്ബുടെയാണ് ഞാൻ തെളിവുകൾ. എന്റെ അള്ളാഹുടെയാണ് തെളിവുകൊണ്ട്.
റൂഹുൽ ബയാനിൽ ഒരു സംഭവം ചൊല്ലു. അപ്പ മോൻ അങ്ങ് കാബാലയത്തിൽ പോണ്ട. അപ്പ ഹജ്ജിക്ക് പുറത്താവുമ്പോ ചെറിയ മോൻ, ആ മോൻ ചൊല്ലു നീ എവിടേക്ക് പോണ്ടേ? അപ്പൊ അപ്പ ചൊല്ലു ഞാൻ അള്ളാഹുടെ വൈത്തിലാണ് പോണ്ടേ, അള്ളാഹുടെ ഔത്തുക്ക് പോണ്ടേ. കാബാൻ ചൊല്ലുന്ന വൈത്തുള്ള അള്ളാഹുടെ അവല്. അപ്പൊ അള്ളാഹുടെ ഔത്തിന് ഞാൻ പോണ്ടേ. അപ്പൊ ഈ കിടാവ് അച്ഛനാക്കടെ നാനും പണ്ടേ നീ പണ്ട് നീ ചെറുതല്ലേ. പിന്നെ അള്ളാഹുടെ ഔത്ത് പോകുമ്പോ അള്ളാഹു അവിടെ ഇക്കുവല്ലേ. നീ കിടാവുടെ ചിന്ത ചെറിയ ബുദ്ധി. അള്ളാഹുടെ ഔത്ത് നീ പോകുമ്പോ അള്ളാഹു അവിടെ ഇക്കുവല്ലേ. അതുകൊണ്ട് ഞാൻ പണ്ടേ അങ്ങനെ അടകെട്ടിട്ട് ബാപ്പരൊട്ടി ഇങ്ങനെ കാബാലയത്തിൽ കൊണ്ടു. അങ്ങനെ പോകുമ്പോ ബാപ്പ കാബ ഇങ്ങനെ തവാഫാക്കുമ്പോ ഈ കിടാവ് അങ്ങ് പോണ്ടു. ഈ കിടാവ് മരിക്കുന്നുണ്ടാണ് സംഭവം. അപ്പൊ ഒരു വിളി കേൾക്കുന്നത് എന്തേ, നിങ്ങ കാബാലയത്തെ തേടിയിട്ടാണ് വന്നേ, നിങ്ങൾക്ക് കാബ കിട്ടിയിട്ട്. അതേ സമയത്ത് ഈ കിടാവ് കാബാലയത്തെ തേടി വന്നതല്ല. കാബാലയത്തും ഒരു റബ്ബുള്ളല്ല, ആ റബ്ബ് തേടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ആ കിടാവ് റബ്ബ് കിട്ടിയിട്ടുണ്ടാണ് വിളി കേട്ടേ. ഇമാമിങ്ങൾ വിശദീകരിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ അങ്ങനെ ദുനിയാവും ചെന്നെങ്കിൽ താൽക്കാലികമാണ്. നിന്റെ ഏത് അമലും അത് അള്ളാഹുവിനായിട്ടാക്കുള്ള നല്ല നീയത്ത് നമുക്കുണ്ടാവണം. അങ്ങനെ ഒരു 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചമയാവും. ഞാൻ ചെമ്മോട്ടെ ഹജ്ജ് ഉംറക്ക് ഒന്നും പോകണമെന്നില്ല. എന്ത് നന്റെ ഈ ചെറിയ അമൽ അത് ചേർത്തേനൊക്കെ ചില ആൾമാർ ബേജാറാവും. നമുക്ക് ഹജ്ജിക്ക് പോകാവില്ലല്ലേ, ഉംറത്ത് പോകാവില്ലല്ലേ, പൈസ ഇല്ലല്ലേ, ദുആർക്ക് പഠിച്ചോണ്ടിട്ട് ഷൗക്കാണ് ഇബാദത്ത് ഭയങ്കര ആശയം. കഴിഞ്ഞ ഒരു ഹജ്ജിൽ ഒരാൾ എൻ്റെ ഒട്ടി ചെന്ന് ചട്ടെടുക്കുക ഗതിയില്ല. ഞാൻ ഹജ്ജിക്ക് എത്തിയില്ല ചെന്നപ്പോൾ കരച്ചിൽ പറഞ്ഞു ചട്ടെടുക്കുക ഗതിയില്ലാത്ത ഒരാള്. അപ്പൊ ഹജ്ജിനടുത്തോളം പഠിച്ചോണ്ടല്ലേ ഇയാൾ ചെന്ന പോലെ നമുക്ക് ചട്ടെടുക്കുക എത്തിയില്ല. പെരുന്നാൾ വന്ന സമയത്ത് ചട്ട സമയം ഞാൻ എടുക്കില്ല. പക്ഷെ അതേ പെരുന്നാളിൽ ഞാൻ ഹജ്ജിലുള്ള ചെന്നെങ്കിൽ ഈ ആറുണ്ടാക്കി തന്നെ ചെന്നെങ്കിൽ ദുനിയാവിടെ ആറുമല്ല അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് കൊണ്ടിട്ടിയതുവാ ഈ പോകായില്ലെങ്കിൽ ബേജാറാവണമെന്നില്ല. കൂടെ ഞാൻ ആക്കടയ്ക്കെത്ത എല്ലാ സൽക്കർമ്മങ്ങളും സുബൈക്ക് നെനപ്പാക്കിട് ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവനുബൈനായിട്ട് മാത്രം ഒരു 2 റക്അത്ത് അള്ളാഹുബൈനായിട്ടാക്കിയ ഇബാദത്ത് 2 റക്അത്ത്. ഒരു 2000 റക്അത്ത് ഞാൻ ജാവുമ്പോഴും നിസ്കരിച്ചാൽ എന്ത് പഠിച്ചോണ്ട് ചിന്തമേ അതിൽ വന്നിട്ടില്ല. ആ നിസ്കാരം ഒരു യാന്ത്രിക വ്യായാമം പോലെ ഇട്ടുണ്ടല്ലാണ്ട് നാളെ നിസ്കരിക്കുള്ളൂ 2 റക്അത്ത്. അപ്പൊ ഞാൻ ഒരു ഫർദ് വന്നിട്ട് നിസ്കരിക്കുമ്പോ ചില ആൾമാർ നോ അങ്ങനെ പലപ്പോഴും നമുക്ക് നിസ്കാരം ചെന്നെങ്കിൽ എന്ത് സ്പീഡാണ് റബ്ബേ. ചില ആൾമാർക്ക് റുക്കുവും ഇല്ല എത്തിനാലും ഇല്ല. ഞാൻ കുറെ ആൾമാർ നോക്കണേ കറക്റ്റ് നിസ്കാരത്ത് പണ്ട് ആൾമാരിൽ ശ്രദ്ധിക്കപ്പെടുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? എന്തേ എനക്കൊരു അർജന്റ് ഒരു 4 റക്അത്ത് ആ ഒരു ഗൗരവത്തിൽ ഞാൻ റബ്ബിന്റെ മുന്നിലല്ലേ നിങ്ങൾ എല്ലാം ആടോ തീരാ പന്തോ തീരാ റുക്കൂ പോയെങ്കിൽ ഒരു 3 തസ്ബീഹ് നക്ക് ചെല്ലുന്നുണ്ട്. റുക്കൂ ഇല്ല എത്തിനാലും ഇല്ല നക്ക് നിസ്കാരമില്ല. അധിക ആൾമാർ പലപ്പോഴും നാം കാണാൻ കേട്ട വിഷയമാണ്. നിസ്കാരത്തിൽ വന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഓടിപ്പോയിട്ട് ഞാൻ ആർക്കാണ് വിവാദത്ത് സമർപ്പിച്ച് എന്റെ റബ്ബല്ലേ ഈ സെക്കൻഡ് വരെ എന്റെ ബൽത്യം കെട്ട റബ്ബും ഒരു 5 മിനിറ്റ് നക്ക് കൊടുക്കുക. അത്ര അർജന്റ് അത്ര സ്പീഡാണ്. ഒരു മിനിറ്റ് കൊടുക്കുക, അര മിനിറ്റ് കൊടുക്കുക. എന്റെ വിവാദത്ത് തീർത്തുണ്ടായെങ്കിൽ ഞാൻ എന്റെ റബ്ബിന് എന്റെ വിവാദത്താണ് സമർപ്പിച്ച്. അള്ളാഹു എന്റെയും ഞങ്ങളെല്ലാം നന്നാക്കി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ